പാർട്ടി ചരിത്രപരമായ വിജയം നേടിയ ശേഷം ബിജെപി ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണം പ്രവർത്തകർ നൽകി. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യവുമായി മോദിയെ പ്രവർത്തകർ വരവേറ്റു. എല്ലാ ബിജെപി പ്രവർത്തകരും ഈ വിജയത്തിന് അർഹരാണ് എന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി അവരെ അഭിനന്ദിച്ചു. ഡൽഹിയുടെ യഥാർത്ഥ ഉടമകൾ ഡൽഹിയിലെ ജനങ്ങളാണെന്ന് ഇന്ന് വ്യക്തമായി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മോദി 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 जी को जय श्री राम. പ്രതിഷേധങ്ങളുടെ രാഷ്ട്രീയവും ഭരണപരമായ അവ്യക്തതയും ഡൽഹിയിലെ ജനങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾക്ക് കാരണമായി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഡൽഹിയെ തടസ്സങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഭരണം നാടകത്തിനോ പ്രചാരണത്തിനോ വഞ്ചനയ്ക്കോ ഒരു വേദിയല്ല. രാഷ്ട്രീയത്തിൽ നുണകൾക്കും വഞ്ചനയ്ക്കും സ്ഥാനമില്ലെന്നും ഡൽഹിയുടെ വിധിയിൽ വ്യക്തമായി. ഡൽഹിക്ക് പുറമെ അയോധ്യയിലെ മിൽക്കിപൂരിൽ പോലും ഇന്ന് ബിജെപി മികച്ച വിജയം നേടി. പ്രീണനത്തിന് പകരം രാജ്യം ബിജെപി നൽകുന്ന സംതൃപ്തി തിരഞ്ഞെടുക്കുകയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, आज की ये ऐतिहासिक विजय है. ये सामान्य विजय नहीं है. दिल्ली के लोगों ने आपदा को बाहर कर दिया. एक दशक की आपदा से दिल्ली मुक्त हुई. ഡൽഹിയെ ഒരു ആധുനിക നഗരമായി നിർമ്മിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയ വിജയത്തിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. NDAയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിടത്തെല്ലാം വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ജനങ്ങളുടെ സ്നേഹം വികസനത്തിന്റെ രൂപത്തിൽ 100 മടങ്ങ് തിരികെ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 21वीं सदी में भाजपा को सेवा का अवसर दीजिए. दिल्ली को विकसित भारत की विकसित राजधानी बनाने के लिए भाजपा को मौका दीजिए. मैं दिल्ली के हर परिवारजन को मोदी की गारंटी पर भरोसा करने के लिए दिल्ली वासियों को सर झुका करके नमन करता हूं. बीजेपी